അത് കഴിഞ്ഞിട്ട് അവർ നോക്കി ആൻഡ് ഓൾറെഡി ഒരുപാട് ലീക്കേജ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ലീക്കേജ് കഴിഞ്ഞിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തു, മാനുവലായിട്ട് സ്റ്റോപ്പ് ചെയ്തു. ജനറലി ഈ ഡിപ്പോയിൽ അകത്തിലെ ഒരു ഇൻറ്റേർണൽ സിസ്റ്റം ഉണ്ട് സ്റ്റോറേജിന് വേണ്ടി, ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി. പക്ഷേ അത് ഓൾറെഡി സാച്ചുറേറ്റ് ആയതുകൊണ്ട് ഈ വെള്ളത്തിൽ ഒരു ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സ് ഉണ്ട് ടാങ്കിലെ സൈഡിൽ. ആ ഔട്ട്ലെറ്റ് പോലെ ഇത് ഈ ഓയിലും ഈ ഡീസലും പുറത്തിലേ വന്നു. ഈ ഡീസൽ പുറത്തിൽ വന്നതിന് ശേഷം എല്ലാ തോടും പിന്നെ ഒരു പുഴ ഉണ്ട്, അവിടെ തന്നെ ഈ പൊല്യൂഷൻ നമുക്ക് പോയി. ഈ വിഷയത്തിൽ 2-3 കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി പ്രൊസീജിയർ പോലെയാണ്. നമുക്ക് ആക്സിഡൻ്റ് ആണോ, ആക്സിഡൻറ്റ് ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്ക് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്സിഡൻറ്റ്, ഇറ്റ് ഈസ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഫെയിലിയർ ഓഫ് ദ ഡിവൈസ്. ആ ഡിവൈസിൻ്റെ ഫെയിലിയർ ആയതുകൊണ്ട് അതിൻ്റെ കുറിച്ച് അസസ്മെൻറ്റ് ടെസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. ഈ ഏത് ഡിവൈസാണ്, കാരണം അത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ ഇപ്പോൾ നമുക്ക് നോക്കുന്നുണ്ട് പൊല്യൂഷൻ്റെ ആംഗിൾ നമുക്ക് നോക്കുന്നുണ്ട്, പക്ഷേ പൊല്യൂഷൻ അല്ലാതെ ഇത് സേഫ്റ്റി ഹസാർഡാണ്. ഈ സേഫ്റ്റി ഹസാർഡിൻ്റെ ഒരുപാട് നമുക്കൊരു നിയമമുണ്ട് ഫാക്ടറീസ് ആക്ടിൽ തന്നെ. ആ നിയമം നോക്കിയിട്ട് എക്സാക്ട്ലി എവിടെയാണ് ഫെയിലിയർ, എത്ര ഫെയിലിയർ ആണ് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ കോർപ്പറേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡെപ്യൂട്ടി കളക്ടർ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആക്ടിൻ്റെ ഉദ്യോഗസ്ഥനും പിന്നെ ഫയർഫോഴ്സും PCB അത് സ്ഥലം പരിശോധിച്ചിട്ട് അവർക്ക് സൈഡിൽ എന്താണ് വയലേഷൻസ്, അവർക്ക് സൈഡിൽ എന്താണ് പ്രശ്നം, അതെല്ലാം നോക്കിയിട്ട് ഒരു റിപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. ഓൾറെഡി ദേ ആർ ഗിവിങ് ഇറ്റ്. നമുക്ക് നോക്കിയിട്ട് ഈ ഡാമേജ് വളരെ ഒരു എക്സ്റ്റെൻസീവായി പോയി ഓൾറെഡി. വെള്ളത്തിൽ, ഒരു പുഴയിലെ, തോടിലെ എല്ലാം തന്നെ ഒരു പൊല്യൂഷൻ ഓൾറെഡി നമുക്ക് വിസിബിളാണ്. ഈ പൊല്യൂഷനിൻ്റെ റെക്ടിഫിക്കേഷനും ഈ പൊല്യൂഷനിൻ്റെ കൺട്രോളും ഒരു ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. ഓയിൽ ഡിസ്പേഴ്സൻ പോലെ ഒരു കെമിക്കലുണ്ട്. അത് കെമിക്കൽ യൂസ് ചെയ്തിട്ട് ആ ഓയിൽ മാറ്റാൻ പറ്റും. അത് ഒരു അക്സെപ്റ്റഡ് പ്രൊവിഷനാണ്. അതൊരു ഏത് ഓയിൽ പൊല്യൂഷൻ ആണെങ്കിൽ, വെള്ളത്തിൽ ഓയിൽ പൊല്യൂഷൻ ആണെങ്കിൽ അത് നമുക്ക് ചെയ്യുന്നുണ്ട്. അത് അവർ ഓൾറെഡി നടപടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് HPCL. ആൻഡ് ദേ ഹാവ് ടു ക്ലീൻ ദ എൻറ്റയർ വാട്ടേഴ്സ്. അതൊന്നും സംശയമില്ല, ഒരു ഡൗട്ടും ഇല്ല ഈ കാര്യത്തിൽ. അവർക്ക് എല്ലാ വാട്ടർ ബോഡീസ് ക്ലീൻ ചെയ്യണം. വാട്ടർ ബോഡീസിലെ പൊല്യൂഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ആ ഡീസൽ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഒരു സ്ഥലത്തിൽ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഈ വെള്ളത്തിലാണെങ്കിൽ ഇറ്റ് ഗോസ് വെരി ഫാസ്റ്റ്. അതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി റിവറിലേക്ക് പോയി അവിടെ തൊഴിലാളിയുണ്ട്, മത്സ്യത്തൊഴിലാളിയുണ്ട്, അവർക്ക് ഒരു ഇമ്പാക്റ്റ് വരും. അതിൻ്റെ ഒരു വേറെ നടപടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാം. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് വെള്ളത്തിൽ എല്ലാ പൊല്യൂഷൻ ഈ ഓയിൽ ഡിസ്പേഴ്സൻ കെമിക്കൽ യൂസ് ചെയ്തിട്ട് അവർക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. അതിൻ്റെ നടപടി ഇന്നേ രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കെമിക്കൽ ഇവിടെ ഇല്ല, അവർ മുംബൈയിലെ അവർ സോഴ്സ് ചെയ്യുന്നുണ്ട്. അവരെ ഇവിടെ ഓൾമോസ്റ്റ് ഐ തിങ്ക് ഇറ്റ് ഇസ് ഓൺ ദ വേ. അത് ഇന്ന് രാത്രി കിട്ടുമ്പോൾ ഇന്ന് രാത്രി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ ആണ് ഈ സോയിലിൻ്റെ ഒരു പൊല്യൂഷൻ വരും. കാരണം ഈ ഓയിൽ, ഈ ഡീസൽ ഈ സോയിലിൽ പെർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അത് കുറച്ചൊരു ഇമ്പാക്റ്റ് വരും. അതിൻ്റെ വിസിബിൾ സ്ഥലത്തിൽ അവർ സെൽഫായിട്ട് ആ ഡീസൽ സക്ക് ചെയ്യണം. അത് മണ്ണ് മാറ്റിയിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യേണ്ടി വരും. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. കാരണം അത് സോയിൽ പൊല്യൂഷൻ ആണ്. ഈ സോയിൽ പൊല്യൂഷനിൽ നമുക്ക് ദർ ഇസ് നോ അതർ ഓപ്ഷൻ. കാരണം അത് പെർക്കുലേഷൻ ആണെങ്കിൽ, മഴ ആണെങ്കിൽ അത് പുറത്തിലേ വരും. And then only it can be removed. Till the time ഇവിടെ കാണിക്കുമ്പോൾ if you are able to see that soil patch, ആ സോയിൽ പാച്ച് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ നടപടി പ്രൊസീജിയർ അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HPCL അവർ നോക്കുന്നുണ്ട്. ഇത് എൻവയറൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടും പിന്നെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഫാക്ടറീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് ഇതിൽ അട്രാക്റ്റ് ആവും. എൻവയറൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിലെ ഒരുപാട് ക്ലോസസ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് എൻ ആക്സിഡൻറ്റ് ആസ് പെർ നൗ. ആൻഡ് ഇതിൻ്റെ PCB ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ഇപ്പോൾ അവർ സാമ്പിൾ കളക്ട് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൽ സാമ്പിൾ, സോയിൽ സാമ്പിൾ അവർ കളക്ട് ചെയ്തിട്ട് അവർക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയാം എത്ര പൊല്യൂഷനാണ്, എവിടെയാണ് പൊല്യൂഷൻ. ആൻഡ് അതിൻ്റെ കമ്പൻസേഷൻ എത്ര ആണ് അത് നമുക്ക് PCB ആയിട്ട് സംസാരിച്ചിട്ട് അറിയാൻ പറ്റും. ഈ മോണിറ്ററി ഫൈനാണോ, ലീഗൽ ഫൈനാണോ, ടെക്നിക്കൽ ഫൈനാണോ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിഫറെൻറ്റ് ഏജൻസീസ് ഉണ്ട്. കാരണം ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആക്ടിലെ ഫാക്ടറീസ് ആക്ട് അനുസരിച്ചുണ്ട്, PCBയിലെ എൻവയറൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൽ തന്നെ ഉണ്ട്, PESO ഉണ്ട് ഇൻവോൾവ്, പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ, അവർ ഇൻവോൾവ് ആണ്. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ചൊരു ക്ലിയർ റോൾസ് ഉണ്ട്. ആസ് ഐ സെഡ്, ഇറ്റ് ഈസ് അപ്പിയറിംഗ് ടു ബി എൻ ആക്സിഡൻറ്റ് ആസ് ഓഫ് നൗ. അതുകൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ നടപടി എന്താണ്, നമുക്കിപ്പോൾ പൊല്യൂഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം.
ആൻഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ആ വെള്ളം ക്ലിയർ ആക്കണം, പൊല്യൂഷൻ ഫ്രീ ആക്കണം, ആ സോയിൽ ക്ലിയർ ആക്കണം. കാരണം നമുക്കൊരു ഈ ഇപ്പം പൊല്യൂഷൻ മാത്രമാണ്, ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു, ഇത് പൊല്യൂഷൻ മാത്രം ഇപ്പോൾ നമുക്ക് നോക്കുന്നുണ്ട്. പക്ഷേ ഇത് വളരെ സീരിയസ് ഹസാർഡിലേക്ക് പോവാൻ പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് വി ഹാവ് ബിൻ ഫെയർലി ലക്കി ദാറ്റ് ദിസ് വാസ് നോട്ട് എസ്കലേറ്റഡ്. ഫയർ ഡിപ്പാർട്ട്മെൻറ്റും ഇതിൽ ഇൻവോൾവ് ആണ്. അത് ഫുൾ ടൈം അവർക്ക് അറിയാം, ഫയർ ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം. പിന്നെ HPCL സെൽഫായിട്ട് ഫയർ കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്. We are trying to as quickly as possible to resolve this pollution issue. And ഇത് എനിക്ക് ഇപ്പോൾ ഇൻഫർമേഷൻ കിട്ടുന്ന അനുസരിച്ച് ഇപ്പോൾ അവിടെ ലോക്കലിൻ്റെ മീനിൻ്റെ കുറച്ച് പ്രശ്നം വന്നു തുടങ്ങി. ആൻഡ് ഈ കുഴപ്പുഴ റിവറിൻ്റെ ബീച്ച് സൈഡിലേക്ക് ഇപ്പോൾ ഓൾറെഡി ഈ ഡീസൽ വന്നു. സോ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. വി ആർ ട്രൈങ് ടു ആസ് ക്വിക്ലി ആസ് പോസിബിൾ റെക്ടിഫൈ ദിസ് തിങ്. ആൻഡ് HPCL നമുക്കൊരു ഏത് ഫൈൻ ആണെങ്കിൽ കമ്പൻസേഷൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസിഷൻ PCB ആയിട്ട് അല്ലെങ്കിൽ ഫാക്ടറീസ് ആക്ടിൽ ഓൾറെഡി നടപടി അവരെ സ്വീകരിച്ചു. ഫാക്ടറീസ് ആക്ടിൽ അവരെ കേസ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫാക്ടറീസ് ആക്ടിൽ തന്നെ PCB ഇപ്പോൾ അവരെ സാമ്പിൾ ചെയ്തിട്ട് ശേഷം അവർ കേസ് ഏത് നടപടിയാണ് അവർക്ക് സൈഡിൽ അക്സെപ്റ്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ സൈഡിൽ മൈ ഓൺലി സജഷൻ ഇസ് ഫ്രോം ആർ സൈഡ് ഫ്രോം ദി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈഡ്, ഈ എല്ലാ നടപടി നമുക്കൊരു പ്രോപ്പർ പബ്ലിക്കിനെ എൻഗേജ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. കാരണം അവർക്ക് ഒരു ഭയമായിട്ട് ഒരു ആശങ്ക ഉണ്ട്. കാരണം ഇത് എങ്ങനെ ഇത് ഫെയിലിയർ ആയി, ഇത് HPCLൻ്റെ ഫെയിലിയർ വളരെ സീരിയസ് ആയിട്ട് നമുക്ക് നോക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ റിപ്പോർട്ട് ഞാൻ ഗവൺമെൻറ്റിലെ അയക്കാം. ആൻഡ് ഗവൺമെൻറ് ഇഫ് റിക്വയർഡ് ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ് ടു ദ നെസസറി ഡിപ്പാർട്ട്മെൻറ്റ്സ്. കാരണം അത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻവോൾവ് ആണ് ഈ ആക്സിഡൻറ്റിൽ. ഇതാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്തു ഒരു നാളെ തന്നെ മാക്സിമം ആയിട്ട് വെള്ളത്തിൽ പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പാരലലായിട്ട് അവർ ഈ മിസ്റ്റേക്ക് നമുക്ക് തിരിച്ച് റിപ്പീറ്റ് ചെയ്യേണ്ടതൊക്കെ ആണെങ്കിൽ ഈ ഡിപ്പോയിൽ അകത്തിൽ കുറച്ചൊരു കൺസ്ട്രക്ഷൻ ഉണ്ടാവും, ഒരു ടാങ്ക് കൺസ്ട്രക്ഷൻ ഉണ്ടാവും, ഒരു സിമെൻറ്റ് ഉണ്ടാവും, സോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് പെർക്കുലേറ്റ്. ഏത് ലീക്ക് ആണെങ്കിൽ ആ ഡീസൽ പ്രോപ്പർ ഫ്ലോയിലേക്ക് വരണം. ഇതാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ഫെയിലിയർ ആണ് അത്. അല്ല, സോ അത് അവർ പറഞ്ഞത് ഈ റുട്ടീൻ എക്സസൈസ് ആണ്. ഈ ഓവർഗ്രൗണ്ട് ടാങ്കിൽ അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ സ്റ്റോറേജ് അത് ഒരു എല്ലാ 2-3 ഡേയ്സിലേക്ക് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്പെസിഫിക് കാര്യത്തിൽ ഫെയിലിയർ റാൻഡമായിട്ട് വന്നു. ആൻഡ് നമുക്ക് ഒരുപാട് ടെസ്റ്റിംഗ് ഉണ്ട്, മോക്ക് ഡ്രിൽസ് ഉണ്ട്. ഈ ഗേജിൻ്റെ ടെസ്റ്റിംഗ് ഐ തിങ്ക് ആസ് പെർ നൗ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് റൂൾസിലെ അല്ല, നോർമൽ റുട്ടീൻസ് റൂൾസിൽ. പക്ഷേ അതെനിക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അവർ റെസ്പോൺസിബിൾ ആണ്. കാരണം ഇത് ഫെയിലിയർ ആണെങ്കിൽ, ഏത് ഇലക്ട്രോണിക് മെക്കാനിക്കൽ ഫെയിലിയർ ആണെങ്കിൽ അവർക്ക് ഫിസിക്കലായിട്ട് കാണിക്കാൻ പറ്റും. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് മേ ബി എപ്പോൾ അവർ പറഞ്ഞു 1500 liters ഡീസൽ ലോസ് ആയി. റഫ് കാൽക്കുലേഷൻ ആണ്, എക്സാക്ട് കാൽക്കുലേഷൻ അല്ല. പക്ഷേ റഫ്ലി 1500 liters ലോസ് ആയി. അതിൻ്റെ വാല്യൂ അവരുടെ ലോസ് ആണ്. പക്ഷേ ഇതാണ് എക്സ്റ്റെൻറ്റ് ഓഫ് ലീക്കേജ്. അത് എത്ര സമയം പോകേണ്ടി വരും, 5 minutes ആണോ, 10 minutes ആണോ, 15 minutes ആണോ, അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് അവരുടെ റിപ്പോർട്ടിലേക്ക് നമുക്ക് മനസ്സിലാവും. പക്ഷേ എൻ്റെ വിചാരിച്ചത് ഇത് കുറച്ചൊരു ഡിലേ ആയിരുന്നു. ദേ ക്യാൻ ട്രൈ ടു സ്റ്റോപ്പ് ദ ലീക്കേജ് ആസ് ക്വിക്ലി ആസ് പോസിബിൾ. ഏത് ഫെയിലിയർ ആണെങ്കിൽ, മെക്കാനിക്കൽ ഫെയിലിയർ ശരി, ഇപ്പോൾ എല്ലാ സിസ്റ്റം ഇലക്ട്രോണിക് ആണ്, അതോ ഓട്ടോമാറ്റിക്കായിട്ട് അവർ പറഞ്ഞത് സാർ നമുക്ക് ആഫ്റ്റർ ലുക്കിംഗ് അറ്റ് ഇറ്റ് അത് ഇമീഡിയറ്റ് ആയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഓൾറെഡി ദിറ്റ്സ് 1500 liters ലോസ് വിച്ച് ഹാസ് നമുക്ക് മൊത്തം സ്പ്രെഡായി. ആൻഡ് അത് ഞാൻ പറഞ്ഞത് ഇമീഡിയറ്റ് ആയിട്ട് സ്പ്രെഡ് ആവും. ഈ ഡീസൽ ഉണ്ടെങ്കിൽ എനിക്ക് അറിയാം അല്ലേ, ഒരു ചെറിയ ലെയർ ആണെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് വെള്ളത്തിൽ മേലിലേ വരും, ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ. ആൻഡ് ഇമ്പാക്ട് ഇറ്റ്സ് വെരി ബിഗ്. So I think that is what the problem is. Even if it is a failure, mechanical electric failure, അവർ റെസ്പോൺസിബിൾ ആണ്. there is no doubt about it. കാരണം ഇത് ആക്സിഡൻറ്റ് ആണ്. പക്ഷേ അതിന് വേണ്ടി നമുക്ക് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലേ. ഈ മെഷീൻസ് ചെക്ക് ചെയ്യണം, അത് സിസ്റ്റം ചെക്ക് ചെയ്യണം, അത് റെക്ടിഫൈ ചെയ്യണം, ടാങ്കിൻ്റെ ലീക്കേജ് ഉണ്ടോ അല്ലെങ്കിൽ ഈ ഗേജിൻ്റെ ലീക്കേജ് ആണോ, അത് നമുക്ക് എല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഓൾറെഡി അവർ പറഞ്ഞത് ടാങ്കിൻ്റെ ലീക്കേജ് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ടാങ്ക് മാറ്റിയിട്ട് ക്ലീൻ ചെയ്തു. അതിപ്പോൾ ഹൈഡ്രോ ടെസ്റ്റിംഗ് വെള്ളത്തിൽ വെച്ചിട്ട് അവർ ചെക്ക് ചെയ്യാം, ഈ വെള്ളം പോകുന്നുണ്ടോ അല്ലെങ്കിൽ ശരിയാണോ, അത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും. ബട്ട് ആസ് റൈറ്റ്ലി പോയിന്റഡ് ഔട്ട്, ഇത് ഒരു ഫെയിലിയർ ആണ്. ഇറ്റ് ഈസ് എ പ്യുവർ ഫെയിലിയർ ആൻഡ് ദേ ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ. ആബ്സല്യൂട്ട്ലി. അതാണ് ഞാൻ പറഞ്ഞത്. ഈവൻ ഇഫ് ഇറ്റ് ഇസ് an accident, it has caused pollution.
അത് അനുസരിച്ച് അവർക്ക് നെസസറി കമ്പൻസേഷൻ PCB ആയിട്ട് ഡിസൈഡ് ചെയ്യും. കാരണം അത് എൻ്റെ ഒരു ഒഫീഷ്യൽ പൊസിഷൻ അല്ല, അതുകൊണ്ട് ഞാൻ പറയാം അത് ശരിയല്ല. ഈ PCB പറയണമെങ്കിൽ അതേക്കുറിച്ചൊരു ക്ലിയർ വരും. ബിക്കോസ് വി ആർ ലുക്കിംഗ് അറ്റ് ദ പൊല്യൂഷൻ ആംഗിൾ. ഇപ്പോൾ പൊല്യൂഷൻ ആംഗിൾ നമുക്ക് നോക്കുന്നുണ്ട്. ഓൾറെഡി ഇപ്പോൾ താങ്ക്ഫുള്ളി ഹസാർഡ് ഇല്ല, താങ്ക്ഫുള്ളി ഇപ്പോൾ ഡിസാസ്റ്ററിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ പൊല്യൂഷൻ മാത്രം നോക്കാം. പൊല്യൂഷനിലെ എൻ്റെ കുറിച്ച് ഒരുപാട് വാല്യൂഷൻസ് ഉണ്ട്, ഒരുപാട് കമ്പൻസേഷൻ ആവശ്യമുണ്ട്. ഇത് 5 lakh ആണോ 10 lakh ആണോ 20 lakhs ആണോ അത് ഇപ്പോൾ ഞാൻ പറയാൻ പറ്റത്തില്ല. അതൊരു ലെവൽ ഓഫ് പൊല്യൂഷൻ എത്രയാണ് അത് നോക്കിയിട്ട് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. ഈ ഫാക്ടറീസ് ആക്ടിൽ അവർ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഫാക്ടറീസ് ആക്ടിൽ സെക്ഷൻ 92 and 96 അനുസരിച്ച്. സോ അവർക്കൊരു പവേഴ്സ് ഉണ്ട് ഫോർ ടെസ്റ്റിംഗ്, ഫോർ ചെക്കിംഗ്. ആൻഡ് there is a ആക്ടിലെ പ്രൊവിഷൻ ഉണ്ട് ഫോർ ഇംപ്രിസൺമെൻറ്റ് ഓൾസോ. ഇറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ കേസ്, ഇറ്റ് എ കോംപ്ലിക്കേറ്റഡ് കേസാണ്. അതിൽ മോണിറ്ററി ഫൈൻ ഉണ്ട്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ എലത്തൂർ ഡിപ്പോയിൽ നിന്നും ഡീസൽ ചോർച്ചയുണ്ടായതിൽ വിശദീകരണം നൽകുകയായിരുന്നു കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ. HPCL ഇലക്ട്രിക്കൽ അവിടെ ഉണ്ടായ ഡീസൽ ചോർച്ച വളരെയധികം ഗുരുതര പ്രശ്നമാണ് എന്നും അതിൽ കൃത്യമായ നടപടി, അന്വേഷണം നടത്തി കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയത്.